കാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോവാ. ഞാനല്ലേ ഏതായാലും കൊണ്ടുപോണതാ. ഹായ്, മുമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഇഞ്ചിപ്പുളി എന്നല്ലേ, നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോണത് ഒരു ഇഞ്ചി വെച്ചിട്ടുള്ള ഒരു ഐറ്റാണ്. അതായത് നമ്മള് തേങ്ങ വറുത്തരച്ച് ഒരു ഇഞ്ചിക്കറി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാതെയുള്ള പുളിയിഞ്ചി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് ഇഞ്ചിപ്പുളി എന്ന് അറിയപ്പെടും അല്ലേ? ഞങ്ങൾ ഇട്ടേക്കണ പേരാട്ടോ ഇഞ്ചിപ്പുളി. അപ്പൊ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പുളി ഉള്ളവർക്ക് ചെയ്യാം. പിന്നെ വേറെ രീതിയിൽ ആർക്കെങ്കിലും വേറെ പുളി ചേർത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ മകള് പറഞ്ഞ് നമുക്കിത് ധാരാളം ഇവിടെ ഉള്ള പുളിയാണ്. ആ പുളി വീണ് പോണ കണ്ടപ്പോൾ അവള് പഴുത്ത പുളി എടുത്തുകൊണ്ടെന്ന് എന്നോട് പറഞ്ഞ് നമുക്ക് ഈ ഇഞ്ചി ഉണ്ടല്ലോ ഇത് ചേർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഒന്ന് മടിച്ചു, എങ്ങനെ ഇരിക്കും, അതിന് ആ പുളിക്ക് ഭയങ്കര പുളി എവിടെയുള്ള ആ പുളിയുടെ പേര് പറയാ സ്റ്റാർ ഫ്രൂട്ട്. അത് പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ട് നമ്മുടെ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് കുറച്ചൊന്നെടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കാം, അല്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റായി പോവില്ലേന്നോർത്ത്. ഞങ്ങൾ 2-3 എടുത്തോളന്ന് തോന്നുന്നു, അത് കാണിക്കുന്നുണ്ടല്ലോ ഇതിൽ. അപ്പം നമ്മളതെടുത്ത് ആ സ്റ്റാർ ഫ്രൂട്ട് ചേർത്ത് ഇഞ്ചിയും ചേർത്ത് തേങ്ങ വറുത്തരയ്ക്കാതെ ശർക്കരയും ചേർത്തിട്ടുള്ള ഒരു ഇഞ്ചിപ്പുളിയാണ് തയ്യാറാക്കണത്. അത് പക്ഷേ എന്തായാലും അത് കണ്ടു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം മനസ്സിലാവും. ഉദ്ദേശിച്ച രീതിയിൽ യാതൊരു പുളിയും അതിനില്ല. പഴുത്തതുകൊണ്ട് ആ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പുളി താരതമ്യേന കുറവാണ്. 1. 2, ഞങ്ങൾ അതിൽ ശർക്കര ആവശ്യത്തിന് ചേർത്തു. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ തേങ്ങ വറുത്തരച്ച് ഇഞ്ചിക്കറി വെക്കുമ്പോൾ സ്വല്പം നേർപ്പിച്ചെടുക്കണം. പുളിയിഞ്ചി ആകുമ്പോൾ നമ്മൾ കട്ട പോലെ ചെയ്യും. അതുപോലെ ഈ ഇഞ്ചി പുളിയും നമ്മൾ അധികം ലിക്വിഡ് ഫോമിലല്ല. അപ്പം നമുക്ക് ഈ ഇഞ്ചിപ്പുളി എങ്ങനെയാണെന്ന് വെച്ചാൽ പുളിയിഞ്ചി പോലെ തന്നെ നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ഒരു തൊടികറി പോലെ പ്ലേറ്റിൻ്റെ അരികിലോ വാഴയിലയുടെ അരികിലോ ഒക്കെ വെച്ച് തൊടുകറിയായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെയ്യണ മെത്തേഡ് എങ്ങനെയാണെന്നൊന്ന് നോക്ക്. ഇതൊക്കെ അവൈലബിൾ ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നിട്ട് പതിവ് പോലെ അഭിപ്രായമൊക്കെ അറിയിക്കാം. ഒരു കാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോവാ. ഞാനല്ലേ ഏതായാലും കൊണ്ടുപോണതാ. നോക്കിക്കോ എന്താന്നുള്ളതാ. ഓണമൊക്കെ ആയിട്ട് നമുക്കിന്നൊരു വെറൈറ്റി ഓണം കറി ആയിക്കോട്ടെ അല്ലേ? ഓണം സ്പെഷ്യൽ കറി. എന്തായാലും എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ആൻഡ് സ്പെഷ്യൽ കറി ഇന്ന് റെഡിയാക്കി കളയാം. മുകളിലേക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിക്കാം. നമ്മളൊരു വ്ളോഗിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ ഇത്. നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ഇട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു പുളിയുള്ളതും മധുരം ഉള്ളതും ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഇതില് പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ട് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഇത് വെച്ച് ഒരു കറി ഒരു പാർട്ടി എന്നോട് പറഞ്ഞു നല്ലതാണ് ഇത് ചെയ്ത. അതനുസരിച്ച് ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഓർത്തു പ്രേക്ഷകർക്കും ഒന്ന് കാണിച്ചു കളയാം ഈ കറി എങ്ങനെയാണെന്നുള്ളത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പിന്നെ ഇത് അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ? ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇതിൽ കിടപ്പുണ്ട്. ഇത് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് ഒരുപാട് ആധികാരികമായിട്ടൊന്നും ഇതിനെപ്പറ്റി പറയാൻ അറിയില്ല കേട്ടോ. അത് ഒത്തിരി ഉണ്ടായിരുന്നത് നിലത്തൊക്കെ വീണ് കിടക്കണം, അടിച്ചു വാരി ഇങ്ങനെ നിലത്തേക്കൊക്കെ കൂട്ടിയിടും അടിച്ചു വാരണതൊക്കെ ആയിട്ട്. അപ്പൊ അമ്മ ഏതാ ഇന്ന് പറിക്കാൻ പോണേ? അവിടെയുള്ള ഇവിടുന്ന് ഓർമ്മ അങ്ങ് പറിക്കാം. ഞാൻ കത്തി എടുത്തുകൊണ്ട് വന്നതാ, പക്ഷെ കത്തിയുടെ ആവശ്യമില്ല കൊച്ചേ. ദേ ഇങ്ങനെ പഴുത്ത് കിടക്കണോണ്ട് ദേ ഇങ്ങനെ വിടുമ്പോഴേ വിട്ടുപോരും. ദേ ആ പഴുത്ത് കിടക്കുന്നത് എടുക്കാം നമുക്ക്. അപ്പൊ കുറച്ചൊരു പുളി കുറവുണ്ടാവൂല്ലോ അവിടത്തെ. അതിലേ വരാം ഞാൻ, അവിടെ നിന്ന് അതിലേ വരാം. പറിക്കട്ടെ? പറിച്ചോളൂ. 2, 3, 4 മതിയോ? 4 മതി. എന്നാന്ന് വെച്ചാൽ പുളിയുള്ളതല്ലേ. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ഐറ്റവും കൂടെ ചേർത്തല്ലേ നമ്മൾ തയ്യാറാക്കണേ. അപ്പം ഇത് ധാരാളം മതി, നല്ല കാമ്പുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യണേന്ന് ഇതിൻ്റെ മെത്തേഡും ഒന്ന് പറയാം, കാണിക്കുകയും ചെയ്യാം. നമ്മളിത് ഇത് കളയണേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 അങ്ങ് അരിഞ്ഞ് വെച്ചേ. ഈ വരുമ്പ് ജസ്റ്റ് ഒന്ന് ഈ വരിമ്പില്ലേ നിൽക്കണം ഇങ്ങനെ ഒരേ 5-6 വരുമ്പുണ്ട്. നമുക്ക് ആ വരുമ്പ് അതിൻ്റെ ഈ പ്ലേറ്റിലേക്ക് അങ്ങ് ചെത്തി മാറ്റാം കേട്ടോ. വരുമ്പ് തൊലി കളയണ്ട കേട്ടോ, വൃത്തിയായിട്ട് കഴുകിയെടുത്തതാ.
പറയാം എങ്ങനെയാന്നുള്ളത്. ദേ വരുമ്പ എല്ലാം വരുമ്പോൾ അങ്ങ് മാറ്റി കേട്ടോ. മാറ്റി നോക്കട്ടെ. മാറ്റി. ഇനി ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഞാൻ അരിഞ്ഞ് വെച്ചു. ദേ വട്ടത്തിലൊന്ന് അരിയണം. ദേ വട്ടത്തിൽ അരിഞ്ഞാലാണ് അതിൻ്റെ അകത്തുള്ള അരി എടുത്ത് കളയണം. അരി നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ദേ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു കഴിയുമ്പോൾ ദേ ഷേപ്പ് കണ്ടോ? അത് അരിഞ്ഞ സ്റ്റാറിന്റെ ഷേപ്പ്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്നത്. വട്ടത്തിൽ അരിയുമ്പോൾ സ്റ്റാർ ഷേപ്പിൽ വരും. എന്നിട്ട് അകത്ത് ദേ ഞാൻ അരി കാണിച്ചു തരാം. അരിഞ്ഞിട്ടേച്ച് കാണിച്ചു തരാം. എല്ലാ അരിയും അകത്തുനിന്ന് നമുക്ക് ഈ കത്തിയുടെ അടമ്പ് കൊണ്ട് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് നടുവേ അങ്ങ് കട്ട് ചെയ്യുമ്പോൾ അരിഞ്ഞ പോന്നോളൂ. എന്നാണെങ്കിലും ഇത് കുഴച്ച് വേവിക്കാനുള്ള കഷണമായിട്ട് ഇതിൽ കിടക്കാൻ പാടില്ല. അപ്പൊ പിന്നെ നമുക്ക് അപ്പൊ പിന്നെ നമുക്ക് ഈ പീസുകൾ വട്ടത്തിൽ അരിയണതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സ്റ്റാർ ഷേപ്പിലല്ലേ കിടക്കണതാ. ഇതിലെ അരി എന്ന് പറഞ്ഞത് ഇങ്ങനെ ഈ കുരു എന്നുള്ളതേ തീരെ ചെറുതാണ്. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒരെണ്ണം അത് എല്ലാത്തിലും ഉണ്ട് അരി. എല്ലാ കഷ്ണത്തിലും അരി കാണും കേട്ടോ. അതെല്ലാം മാറ്റണം. ഇങ്ങനെ ഇങ്ങെടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ സൗകര്യമാണ്. പിന്നെ എടുത്ത് മാറ്റാം. ഇതിലരി പ്ലേറ്റിലേക്ക് വീണിട്ടുണ്ട്. നല്ല ഇതിലുണ്ട്. കണ്ടേ ഇതിൽ കാണിക്കണ്ടേ? അത് കളയണം. മൊത്തം അരി എടുത്ത് കളയണം. ഇത് നമ്മൾ പരമ്പരാഗതമായിട്ട് മൺചട്ടി തന്നെയാട്ടോ വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുളിയൊക്കെയുള്ള ഐറ്റമല്ലേ. അപ്പം നമുക്ക് ചട്ടിയിൽ തന്നെ വേവിക്കാം. അതായിരിക്കും നല്ലത്. പിന്നെ ചട്ടിയിൽ വേവിച്ച ഏതിനും തനതായ ഒരു രുചി ഉണ്ടല്ലോ, എപ്പോഴും ഉണ്ടാവുമല്ലോ. അതേ ഒരു ഇതില് കായിരുന്നു. ഞാനതിങ്ങനെ മാറ്റി വെച്ച് തന്നെ എടുക്കാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വെന്തുടയ്ക്കണം. കുക്കറിലാണെങ്കിൽ കാര്യം ഒരു വിസിൽ കൊണ്ട് വെന്തുടയും. പക്ഷെ കുക്കറിലേക്ക് ഞാനത് പോണില്ല. എന്തായാലും ഇത്രയും പുളിയുള്ളത്. ഇതിന് വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും സ്വല്പം വെള്ളം ഒഴിക്കുവാണ്. കാരണം ഇതിൽ തിളച്ച് മറിഞ്ഞ് വേവാനുള്ളതല്ലേ, അതുകൊണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വേപ്പില, കുറച്ച് മതി, കുറച്ച്. പിന്നെ കാണിച്ചു തരാം. കാന്താരി മുളക് ഞെടുമ്പോട് കൂടി അതിൽ കിടപ്പുണ്ട്. ഞെടുമ്പോട് കൂടി നമുക്ക് അങ്ങ് ഇടാം, എരിവിന് വേണ്ടി. പുളി നന്നായിട്ടുള്ളതല്ലേ. പിന്നെ 2 പച്ചമുളക് അത് ചേന്തി അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്തു. പിന്നെ ഉപ്പ് ചേർക്കുക. നല്ല ഉപ്പ് ചേർക്കേണ്ടി വരും. മഞ്ഞൾപ്പൊടി വേണ്ടേ? പറയാം. ഉപ്പ് ചേർക്കുക. സ്വല്പം മുളക് പൊടി വേണ്ട. പച്ചമുളകും കാന്താരിമുളകും ഇട്ടിട്ടുണ്ടല്ലോ. സ്വല്പം മഞ്ഞൾപ്പൊടി, പൊടിക്ക് മതി. പിന്നെ നമുക്ക് കറി ശരിയാക്കുമ്പോൾ ചേർക്കാനുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് വേറൊരു സംഭവം ചേർക്കാൻ അത് ഞാൻ എടുത്തോണ്ട് വരാം. അതിനുകൊണ്ട് ഗ്യാസ് അങ്ങ് ഓൺ ചെയ്യാം. അതൊക്കെ അവിടെ ഇരുന്ന് അങ്ങ് വേവായിക്കോട്ടെ. അപ്പൊ ഇതിന്റെ കൂടെ വേറൊരു ഇത് തന്നെയായിട്ട് കറി വെക്കുമല്ല, വേറൊരു ഐറ്റം കൂടെ ചേർത്താ കറി വെക്കണത്. അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാട്ടോ എന്താണെന്നുള്ളത്. അപ്പുറം ഇരിക്കും. അതിനെടുത്തോണ്ട് വന്ന് ഇപ്പുറത്തെ അടുപ്പിലേക്ക് അതും വെക്കണം. ഇത് ഓൺ ചെയ്യട്ടെ ഗ്യാസ്. ഇനി ഞാൻ ചേർക്കാനുണ്ടെന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇതിന്റെ കൂടെ ചേർക്കാനുള്ളത് ശർക്കര. ആണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പുളിയുള്ളത് കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയല്ല ചേർക്കണം. ശർക്കര ഇതിലേക്ക് ചീകി ഇതിൽ കിടന്നങ്ങ് വേവണം. അപ്പൊ എന്നാന്നറിയാമോ, ഈ പുളിപ്പിലേക്കൊക്കെ ഇറങ്ങി ആ മധുരം ശരിക്കും അതങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് വന്നോളും. അപ്പൊ തൽക്കാലം ഏതായാലും കുറച്ച് ശർക്കര അങ്ങ് ചീകി ഇടാം. ശർക്കര ഒരു ഉണ്ടയല്ല, പകുതി ഉണ്ടാ. അത് ഇത്രയും വേണ്ടി വരും. ഭയങ്കര പുളിപ്പല്ലേ ഇതിന്. അതവിടെ ഇരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ശർക്കര ചേർത്ത് അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പൊ നല്ല രസമാവും കേട്ടോ. കാണിച്ചു തരാം. വെള്ളം ഇച്ചിരി വേണോ? അത് പറയാം. വെള്ളം വേണ്ടി വന്നാൽ മതി. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങണ പുളിയുന്ന. പിന്നെ ശർക്കരയും ഉരുകി വരില്ല. ഇപ്പൊ വെള്ളം ചേർക്കണ്ട കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ ചേർക്കാനുള്ള താരമാണ്. ഓണത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ താരം. എന്താന്ന് പറഞ്ഞേ? ഇഞ്ചി ഞാൻ 1 കിലോ ഇഞ്ചി മേടിച്ചിട്ട്
ഒരു പീസ് എടുത്ത് മാറ്റി ബാക്കിയുള്ളത് തൊലി ചിരണ്ടി വെച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഇത് നമുക്ക് വറുത്തെടുക്കണം. വറുത്തെടുത്തേച്ച് ഇതിൽ ചേർക്കണം. ഇതില് തേങ്ങയരപ്പ് വേറെ ഇല്ല കേട്ടോ, വറുത്തരപ്പില്ല ഈ ഇഞ്ചിക്കറിക്ക്. അതായത് കാരമ്പോള ചേർത്തുള്ള ഇഞ്ചിക്കറിയാണ് നമ്മൾ തയ്യാറാക്കണത്. അതില് ശർക്കര ചേർക്കുന്നു മാത്രം. ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ സീരീസിലെ ഒരു സ്പെഷ്യൽ കറിയാണിത്. അപ്പോൾ സാധാരണ ഇഞ്ചിക്കറിയും പുളിയിഞ്ചിയും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണേ, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറി ആയിക്കോട്ടെ എന്ന് കരുതി കാരമ്പോള, അതായത് സ്റ്റാർ ഫ്രൂട്ട് ചേർത്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് ഇത്തവണ ഞങ്ങൾ റെഡിയാക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ രുചിയൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. നല്ല ടേസ്റ്റിയാ. ഞാൻ കഴിച്ചിട്ടില്ല, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ. അത് കണ്ടോ വെന്തത്, വേറെ വെള്ളം ഒന്നും ചേർത്തില്ല, പുളിയിൽ നിന്ന് ഇറങ്ങണ വെള്ളം. സ്വല്പം വെള്ളം ഒഴിച്ചത് ഞാൻ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പം എന്നോട് നീ ചോദിച്ചില്ലേ വേറെ വെള്ളം വേണോന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിൽ നിന്ന് വെള്ളം വരും, പിന്നെ ശർക്കരയെ ഉരുകി വെള്ളം വരും. ഈ പുളിയിൽ തന്നെ ഫുൾ വെള്ളമാണല്ലോ. അപ്പം ഇത് അവിടെ ഇരുന്ന് ശരിക്കും അങ്ങ് കുഴമ്പ് പോലെ ആവട്ടെ. അങ്ങനെ ആ വേവണ സമയത്ത് നമുക്കിപ്പുറത്തെ ബർണറിലേക്ക് തവി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. ഈ ഇഞ്ചി ഒന്ന് മൊരിച്ചെടുക്കണം. മൊരിച്ചെന്ന് വെച്ചാൽ ഡീപ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ. അവിടെ ഇരുന്ന് ചട്ടിയിൽ അവിടെ ഇരുന്ന് അത് വേകുന്നു. അതായത് കാരമ്പോളയും ശർക്കരയും മുളകും ഉപ്പും എല്ലാം കൂടെ ചേർത്തിരുന്ന് വേവണു. ഇവിടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഇഞ്ചി അരിഞ്ഞത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഡ്രൈ ആവണ്ട, ഒരു ഷാലോ ഫ്രൈ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. ഇതും ഒരുവിധം ഏതാണ്ടൊക്കെ ആയി തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സ്മെല്ല് വരുന്നുണ്ടല്ലോ. ശർക്കരയൊക്കെ ചേർത്തപ്പോ നല്ല രുചി. ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാ. ഇനിയിപ്പോൾ ഉലുവാപ്പൊടി കായപ്പൊടിയൊക്കെ അതിൽ ചേർക്കാനുണ്ട്. പിന്നെ തേങ്ങ വറുത്തരപ്പ് ഇതിന് ചേർക്കൂല, പകരം നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. അപ്പം അതൊക്കെ കൂടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ലതാവും. ഒന്ന് നോക്കിക്കേ തവയില്. ഞാൻ വെളിച്ചെണ്ണ മാറ്റി വെച്ചേക്കണോണ്ടാട്ടോ ഇങ്ങനെ കാണിക്കണത്. ഇഞ്ചി വറുത്തത് അതിലേക്ക് ചേർക്കുവാണേ. ഉപ്പും എരിവും പുളിയും എല്ലാം കൂടെ മധുരം എല്ലാം കൂടെ അവിടെ മിക്സായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചി ചേർത്ത് നമുക്ക് ഒന്ന് മിക്സാക്കി ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തേച്ച് നമുക്ക് ഒരു പൊടിക്ക് മുളക് പൊടി, ഇച്ചിരി കായം, ഇച്ചിരി ഉലുവ, ഇതെല്ലാം പൊടികൾ ചേർക്കണം കേട്ടോ. പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ കടുക് വറുത്താൽ മതി. ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ രുചികരമായ ഒരു വെറൈറ്റി ഇഞ്ചിക്കറിയുമാണ് അല്ലേ? അതാണ് ഇഞ്ചിക്കറി എന്ന് പറയാം. ഇഞ്ചി വിത്ത് കാരമ്പോള സ്റ്റാർ ഫ്രൂട്ട് ഇതെല്ലാം ചേർത്തു. ഇനിയൊരു ചിരിച്ച പൊടികൾ ചേർക്കാനുണ്ട്. അപ്പം അതിൽ നമുക്ക് എരിവ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ കേട്ടോ. ഇഞ്ചിയും കൂടെ ചെല്ലുമ്പോൾ ഒരു സ്വല്പം എരിവാകും. ഇഞ്ചിക്ക് എരിവുണ്ടല്ലോ, നല്ല എരിവും നല്ല മൂപ്പും ഉള്ളതാണ്. ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോൾ ചാറൊക്കെ കുറുകി വന്നതുകൊണ്ട് ഗ്യാസ് ഏറ്റവും സിമ്മിലേക്ക് മാറ്റിയതാണ്. ഒന്ന് നോക്കട്ടെ എരിവ്. നല്ല ചൂടാണ്. എരിവ് ഇച്ചിരി ഒരു പൊടിക്ക് എരിവോടെ വേണം. ഇഞ്ചിയുടെ എരിവ് ഇറങ്ങുന്നുണ്ട്. എരിവ് മതിയെന്ന് വെക്കാം. ഇഞ്ചിയുടെ ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇനി ഇറങ്ങും. ഇപ്പൊ ഇട്ടല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആകെ ചേർക്കേണ്ടത് ഒരു പൊടിക്ക് കായവും ചേർക്കാം, പൊടിക്ക് ഉലുവയും ചേർക്കാം. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഒരുപാട് വറ്റിപ്പോവും. അതുകൊണ്ടാട്ടോ പൊടിക്ക് ഉലുവാപ്പൊടി അത്രയും മതി. കാരണം സാധനം കുറച്ചല്ലേ ഉള്ളൂ. ഇനി കായപ്പൊടി സാധാരണ പോലെ തന്നെ കടുകിന്റെ കൂടെ കാര്യം കറിക്ക് ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു രണ്ട് മൂന്ന് തരി ഉലുവ ജസ്റ്റ് പിന്നെ ഉള്ളി ഒന്നും മൂപ്പിക്കണില്ല ഞാൻ. ഇത് കടുക് മൂത്ത് കഴിയുമ്പോൾ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് വേപ്പില് വറ്റൽമുളകും കൂടെ ചേർക്കാം. അത് മതി. ഒരു വറ്റൽമുളക് എടുത്തോളൂ. രണ്ടാക്കി വെച്ചിട്ടുണ്ട് വറ്റൽമുളക്. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ചേർക്കാം. വേപ്പിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇഞ്ചി അരിയണ ഒരു താമസമുള്ളൂ. കാരമ്പോള അരിയാൻ എത്ര സമയം വേണം. അപ്പൊ അത് എന്നാന്ന് വെച്ചാൽ രുചിയായിട്ടുള്ള വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടില് വെറുതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടായിരുന്നു അത്. ശരിയാ. നാളെ നമുക്കേ ഒരു പണി ചെയ്യാനുണ്ട്. ഇതിന്റെ ഒരു ജ്യൂസും കൂടെ എടുക്കണം. ഇതിന്റെ ജ്യൂസ് നല്ലതായിരിക്കും ഷുഗർ ചേർത്ത്. തീർച്ചയായിട്ടും
ഇടാട്ടോ അതെ പൊട്ടി തുടങ്ങി. ഇതേ കടുക് പൊട്ടിച്ച് ചേർക്കുവാണേ. അടിപൊളി. നമ്മുടെ വീട്ടിൽ നിന്ന സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വെച്ചിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഇഞ്ചിക്കറിയാണ്. ഓണത്തിനൊക്കെ നമ്മൾ സാധാരണ ഇഞ്ചിക്കറി വെക്കുമല്ലോ, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഇഞ്ചിക്കറി വെച്ചതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റിംഗ് ടൈം നിങ്ങളെ കാണിച്ചു തരാവേ. അടിപൊളിയാണ്. ഓ, അതിന്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ, അതുപോലെ രുചിയാണ്.